ചില ദുരന്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്ര ഹൃദയഭേദകമാണ്. ലേസി എല്ലൻ ഫ്ലെച്ചർ ഊർജ്ജസ്വലയും ദയുള്ളതുമായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ അവളുടെ കഥ ഒരു ഇരുണ്ട വഴിത്തിരിവായി. അത് ലോകത്തെ ഞെട്ടിച്ചു. 66-കാരിയായ ഷീല ഫ്ലെച്ചറും ഭർത്താവ് ക്ലേ ഫ്ലെച്ചറും തങ്ങളുടെ 36-കാരിയായ മകൾ ലേസി എല്ലൻ ഫ്ലെച്ചറിനെ അവരുടെ സോഫയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി 2022 ജനുവരി 3 911 റിപ്പോർട്ട് ചെയ്തു. സഹായം എത്തിയപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. അവളുടെ ക്ഷീണിച്ച ശരീരം തലയണകളിൽ ആഴത്തിൽ മുങ്ങി, വ്രണങ്ങളാൽ മൂടപ്പെട്ടതും മാലിന്യങ്ങളാൽ മൂടപ്പെട്ടതും സങ്കൽപ്പിക്കാനാവാത്ത സാഹചര്യങ്ങളാൽ ചുറ്റപ്പെട്ടതുമായി അധികൃതർ കണ്ടെത്തി. ലേസി അക്ഷരാർത്ഥത്തിൽ ഫർണിച്ചറുകളുടെ ഭാഗമായി മാറിയിരുന്നു. അവളെ സ്നേഹിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ തന്നെ അവളെ മറന്നു. കടുത്ത സാമൂഹിക ഉത്കണ്ഠയും ഓട്ടിസവും മൂലം അവൾ അനങ്ങാൻ കഴിയാതെ മാതാപിതാക്കളുടെ സോഫയിൽ ഒതുങ്ങി. ലേസി എല്ലൻ ഫ്ലെച്ചർ ഓട്ടിസ്റ്റിക് ആയിരുന്നു. ഇക്കാരണത്താൽ ഹൈസ്കൂളിൽ അവൾ വളരെയധികം ബുള്ളിയിങ് അനുഭവിച്ചു. അവളുടെ മാതാപിതാക്കൾ പിന്നീട് ഹോം സ്കൂളിംഗിന് അനുകൂലമായി അവളെ സ്കൂളിൽ നിന്ന് പിൻവലിച്ചു. ലേസിക്ക് 24 വയസ്സുള്ളപ്പോൾ അവളുടെ വൈജ്ഞാനിക ആരോഗ്യത്തിലെ ഇടിവ് അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തുപോകാൻ കഴിയാത്തതിലേക്ക് നയിച്ചു. എന്നാൽ വൈദ്യസഹായം തേടുന്നതിനുപകരം ഷീലയും ക്ലേയും ലേസിയെ സോഫയിൽ ഉപേക്ഷിച്ചു. ലേസിക്ക് സ്വതന്ത്രമായി നീങ്ങാൻ കഴിയാത്ത സോഫ് ഒഴികെ അവരുടെ വീടിന്റെ ബാക്കി ഭാഗങ്ങൾ നന്നായി വൃത്തിയാക്കിയിരുന്നു. കാലക്രമേണ ലേസിയുടെ വസ്ത്രങ്ങൾ അവൾക്ക് അനുയോജ്യമല്ലാതായി. അവളുടെ ശരീരം വെറുതെ പൊതിഞ്ഞു. അവധിക്കാലം ചെലവഴിക്കാൻ ക്ലേയും ഷീലയും ഇടയ്ക്കിടെ ദിവസങ്ങളോളം പോകുമായിരുന്നു. ഇത് അവളെ പട്ടിണിയിലാക്കി. വേദന ഒഴിവാക്കാൻ അവൾ സോഫയിൽ നിന്ന് സ്വയം ഉയർത്താൻ ശ്രമിക്കുന്നതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അവൾക്ക് പട്ടിണിയും അസ്ഥി അണുബാധയും അനുഭവപ്പെട്ടു. ഇത് ഒടുവിൽ സെപ്സിസിലേക്ക് നയിച്ചു. ഇത് അവളുടെ മരണത്തിന് കാരണമായി. തങ്ങൾ അവളെ പരിപാലിക്കുകയാണെന്ന് അവളുടെ മാതാപിതാക്കൾ അവകാശപ്പെട്ടു. എന്നാൽ ഇത് സ്നേഹമായിരുന്നോ അതോ ഏറ്റവും ദാരുണമായ അവഗണനയോ? ലേസി ഫ്ലെച്ചറിന്റെ ഓർമ്മകൾ മറക്കാനാവില്ല.